വിരുന്നുകാർക്കും വീട്ടുകാർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി പലഹാരമാട്ടോ, ഒരു പോളയുടെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 3 നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ ആ ഒരു സെയിം നെയ്യിൽ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്തിട്ട് ഉടയാത്ത രീതിയിലൊന്ന് വഴറ്റിയിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. ഇനി സെയിം പാനിൽ 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചിട്ട് 1/2 കപ്പ് സേമിയ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് 1 കപ്പ് പാലും ചേർത്തിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കുക. സേമിയം ഏകദേശം വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പാലൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് അത് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ മിക്സിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട, 2 ഏലക്ക, 2 നുള്ളു ഉപ്പ്, ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഈ ഒരു മിക്സിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പഴം ഉടയാതെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നട്സും അതേപോലെ മുന്തിരിയൊക്കെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള പാനിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അതിന് മുകളിൽ ഡെക്കറേഷന് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. കറക്റ്റ് 25 മിനിറ്റ് ആട്ടോ എനിക്കായിട്ടുള്ളത്. ഓരോ ഫ്ലെയിമിനനുസരിച്ച് മാറ്റി വരും. തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. കായ്പോളയുടെ ഒരു സിസ്റ്ററൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇത്.